ബോംബ് തുടങ്ങുന്നത് ബോംബ് വേണമല്ലോ ഭൂതത്തെ തുറന്നുവിടാൻ പോണേ ഞാൻ ആക്ച്വലി സിനിമയ്ക്കകത്തെ സിനിമക്കുള്ളിലെ സിനിമ വിജയനാണ് അതിന്റെ ഡയറക്ടർ ഞാനാ. എന്നെ കൊണ്ടുവന്നു, ഞാൻ പോയി വിഷ്ണുചേട്ടനെ കൊണ്ടുവന്നു. ഞാൻ അശ്വതിനെ ചേച്ചിയുടെ ഭർത്താവല്ല. ഇപ്പൊ മൾട്ടിയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ചെറിയ സാധനമായിരുന്നു. വിഷ്ണു ചോദിച്ചു വാങ്ങിയതാണ്. അതെ അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനെന്നാ ഇത് ചെയ്യാം. ആ സാധനം അങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സീനാണ്. നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആക്ടറിനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നതാണ് ഒരു പരിപാടിയാണ്. നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പടത്തിൽ എത്ര കഷ്ടപ്പെടുന്നതിനേക്കാളും ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ശ്രദ്ധിക്കപ്പെടുന്ന പടത്തിൽ ചെറിയൊരു സാധനം ചെയ്യാവുന്നത്. ഒരിക്കൽ പോലീസ് യൂണിറ്റ് വിട്ട് നമുക്ക് റെസ്പെക്ട് തോന്നുള്ളൂ, പറയുന്നില്ല, അത് ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. പ്രണവിന്റെ പടം സ്ക്രീനുകൾ തപ്പിയാണ് ആൾക്കാർ നടക്കുന്നത്. എപ്പിക്കലും പി എച്ച് എവിടെ കാണണം എന്ന് പറഞ്ഞിട്ട് ഐമാക്സിൽ കാണണം എന്നൊക്കെ അത് വലിയ ലൈറ്റപ്പ് ചെയ്ത് വൈഡൊക്കെ വെച്ച് അങ്ങനെ ഞെട്ടിക്കലല്ല വിഷ്വൽ ട്രീറ്റ്മെന്റ്. അഭിനയം അതുപോലെ തന്നെയാണ്. ഞാൻ ഈ തുടക്കത്തിന്റെ 2 വീക്കേ കണ്ടിട്ടുള്ളൂ, അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഒരാളെ ഫേവറേറ്റ് ആക്കാതെ അവര് കളി കൊണ്ടുപോകുന്നുണ്ട്. അനീഷ് എന്ന് പറഞ്ഞ ഒരാൾ ഭയങ്കര ശ്രീവിരുദ്ധനാന്നൊക്കെ പറഞ്ഞാൽ വന്നേ. ശ്രീവിരുദ്ധനാണ്, എനിക്ക് അങ്ങനെ ആണുങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി ഞാൻ സംസാരിക്കാനാ വന്നതൊക്കെ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുമില്ല, എല്ലാവർക്കും ചോറ് വാരി കൊടുക്കുന്ന വളരെ സാധാരണമായ ഒരു മനുഷ്യനായിട്ട് അനീഷ് മാറുകയൊക്കെ ചെയ്യണം. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. നിധിയും ഭൂതവും വരികയാണ്. വിശേഷങ്ങളുമായി ചേരുന്നു അഖിൽ, സാജൻ സർ, നെയ്റ, വിഷ്ണുചേട്ടൻ ആൻഡ് അശ്വത്. വെൽക്കം ടു Skylark Pictures. താങ്ക് യു. ഓക്കെ, സോ ബോംബ് തുടങ്ങുന്നത് ബോംബ് വേണമല്ലോ ആക്ച്വലി. ക്ഷീണിച്ചിരുന്നു. അതാണ് കാരണം, ഒരു ഭൂതത്തെ തുറന്നുവിടാൻ പോണേ ഞാൻ ആക്ച്വലി. സോ വി ആർ ഓൺ ദ സെയിം ട്രാക്ക്. ആൻഡ് ഹൗ അബൌട്ട് ദ മൂവി നിധിയും ഭൂതവും? ശരിക്കും ഭൂതം എന്നുള്ളൊരു പേരിൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബിക്കോസ് അലാവുദ്ദീനും അത്ഭുത വിളക്കിലും തുടങ്ങി, പട്ടണത്തിൽ ഭൂതം നമ്മൾ കണ്ടിട്ടുണ്ട്, വൈദ്യർ കുട്ടിച്ചാത്തം പോലെ സിനിമകൾ നമുക്ക് വന്നിട്ടുണ്ട്. സോ എന്താണ് നിധിയും ഭൂതവും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? സോ നമുക്ക് സാറിന് സാറേ, ഇതിപ്പം 3 ചെറുപ്പക്കാരുടെ കഥയാണ്. അവരുടെ കയ്യിലേക്ക് ഒരു നിധി വന്നു ചേരുന്നതിൻ്റെ കഥയാണ്. അതിൻ്റെ അവകാശി ആരാണ്, ആ അവകാശിയുടെ കയ്യിൽ ഈ നിധി എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നിധിയും ഭൂതവും എന്നുള്ള സിനിമയുടെ കഥ. ഓക്കെ, ഈ കഥ ഈ നിധിയെ തേടിയുള്ള യാത്രയും ആ ഒരു ട്രഷർ ഹണ്ട് പരിപാടീസൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സിനിമ കാണുമ്പോൾ എല്ലാം കൂടെ വ്യക്തമാക്കും. ഓക്കെ, യെസ്. അഖിൽ ബ്രോ, എന്താണ് ക്യാരക്ടർ? മന്ദാകിനിക്ക് ശേഷം ഈ സിനിമയാണോ ആക്ച്വലി റിലീസ് ആവുന്ന സിനിമ ഇതാണ്? ഓക്കെ, ഫൈൻ. സോ എന്താണ് ക്യാരക്ടർ, എന്താണ് സിനിമ? ഞാൻ ഈ സിനിമയ്ക്കകത്ത് ഒരു സിനിമയല്ല, ഒരു ആൽബം ഷൂട്ടിംഗ് ഉണ്ട്. അതായത് ഇതിലൊരു നമ്മുടെ നൈനയുടെ ക്യാരക്ടർ വന്നിട്ട് കുറച്ച് പിന്നെ അപ്പൊ അതിന്റെ ഡയറക്ടർ ഞാനാണ്. അതായത് സിനിമയ്ക്കകത്തെ സിനിമക്കുള്ളിലെ സിനിമ വിജയനാണ്, അതിന്റെ ഡയറക്ടർ ഞാനാ. അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടുവരുന്നതാണ് ഇവരെയൊക്കെ ഷൂട്ടിനായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ പിന്നെ ഇവരുമായിട്ടൊക്കെ കുറച്ച് സീക്വൻസ് പരിപാടിയിൽ ഇതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഡയറക്ടറാണ്, ആൽബം ഡയറക്ടറാണ്. അതായത് പ്രതീക്ഷിക്കാതെ ഹിറ്റ് കിട്ടൂലേ അങ്ങനത്തെ. എനിക്ക് തോന്നുന്നു തമിഴ് സിനിമ മുമ്പ് എന്തോ ചെയ്തിട്ടുണ്ട്, മലയാളം തമിഴ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. സോ എന്താണ് നിധിയിലെയും ഭൂതത്തിലെയും പരിപാടി? എന്താണ് സമൃദ്ധി എന്ന് പറയുന്ന, ഇപ്പോ അഖിലേട്ടൻ പറഞ്ഞ പോലെ അതിന്റെ സിനിമയ്ക്കുള്ളിലെ ഒരു ആൽബത്തിലെ നായികയായിട്ടാണ് വരുന്നത്. സോ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഇവരുടെ ഇടയിലേക്ക് സ്പെഷ്യൽ ഗസ്റ്റ് പോലെയാണ് എന്റെ ഇൻട്രോ. സോ ഞാൻ കൊണ്ടുവരുന്നതാണ്, ഇപ്പൊ അഖിലേട്ടൻ എന്നെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാൻ കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ് വിഷ്ണു ചേട്ടൻ. അതെ, അവിടുന്ന് എന്നെ കൊണ്ടുവന്നു, ഞാൻ പോയി വിഷ്ണു ചേട്ടനെ കൊണ്ടുവന്നു. ചേച്ചിയുടെ ഭർത്താവല്ല. പോലീസ് കോസ്റ്റ്യൂം ഒക്കെ അല്ലല്ല, അത് തന്നെ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് സമൃദ്ധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഈ നിധി അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസുകാരനായിട്ട് അനുമാനിക്കാമോ? ഇത് നമ്മളിപ്പോ ബ്രോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പണ്ടത്തെ ഫോക്ലോറുകൾ മുതൽ നമ്മൾ ഈ നിധിയും ഭൂതവും എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ഫോമിലുണ്ട്. നിധി കാക്കുന്ന ഭൂതം, അല്ലെ അലോദിന് അത്ഭുത വിളക്കിൻ്റെ അതൊക്കെയുള്ള നിധി ഈ ഭൂതം എന്നുള്ള ഒരു സാധനമുണ്ട്.
അപ്പൊ അതില് ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു നിധി, സാറ് നേരത്തെ പറഞ്ഞ ഒരു നിധി വരുന്നതും അതിന്റെ അന്വേഷണം ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പൊ അതില് ഇവരുടെ പോസിറ്റീവ് സൈഡിന് ഇപ്പുറത്ത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയും ഇതിന്റെ അന്വേഷണത്തിലാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് വാറിലാണ് ഇതിന്റെ കഥ നമ്മൾ നരേറ്റ് ചെയ്ത് പോകുന്നത്. അതിന്റെ ഇടയ്ക്കേക്ക് വരുന്ന ക്യാരക്ടേഴ്സും പരിപാടിയും ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പൊ അത് എന്റെ ക്യാരക്ടർ ഒരു പോലീസ് ഇതിലൊക്കെയുള്ള പോലീസ് വേഷമുള്ള പുള്ളി. അല്ലാത്ത സമയങ്ങളിൽ സ്റ്റേഷനിലുള്ള ഒരു യൂണിഫോമിലുള്ള ഒരു സാധനമുള്ളൂ. പുള്ളി ഇൻഡിവിജ്വലി ആണ് ഇതിന്റെ ഒരു എക്സ്പ്ലോറിംഗ് പരിപാടിയിലേക്കൊക്കെ പോകുന്നത്. അപ്പം എന്നുള്ള അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവസാനം അത് ഇയാൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് എവിടെ പോകും, എന്താണ് ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലീസ് അങ്ങനെ ഞാൻ ഇതേവരെ ചെയ്തിട്ടില്ല. അത് ചെയ്തതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് പോലീസാണ് ആക്ച്വലി? കാരണം ബാൾട്ടിയിലെ നമ്മളെ കണ്ടൊരു ചെറിയ സീനാണെങ്കിലും ഭയങ്കര ടച്ച് ആയിട്ടുള്ള ഒരു സീനാണ്. സോ ഇങ്ങോട്ട് വരുമ്പോൾ അത് എന്ത് ഒരു ജോണർ നമുക്ക് പ്രതീക്ഷിക്കാം? ഇത് അതെനിക്കിപ്പം റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. കാരണം അത് പറഞ്ഞാല് പടത്തിന്റെ എക്സൈറ്റ്മെന്റ് പോകും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ ഇതിലിപ്പോ ആദ്യമേ ഇവരുടെ 3 പേരുടെ കൂടെയുള്ള ഒരു സീക്വൻസിൽ ഒരു ക്യാരക്ടറിലാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യമേ അത് കമ്മിറ്റ് ചെയ്യുകയും അങ്ങനെ ട്രാവൽ ചെയ്യാൻ. പിന്നെ എനിക്ക് വേറൊരു പടം, എനിക്കൊന്ന് മൾട്ടിയുടെ ഷൂട്ടൊക്കെ ഇതിന്റെ സൈമൾട്ടേനിയസിലാണ് നടന്നത്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ ചേട്ടൻ ഡേറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ മൾട്ടി ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത പടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവരപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണു വേറൊരു, അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ചേട്ടാ വേറൊരു സാധനം എന്തെങ്കിലും ഉണ്ട് പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് ഈ ക്യാരക്ടർ വരുന്നത്. നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇപ്പൊ മൾട്ടിയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. ചെറിയ സാധനമായിരുന്നു. വിഷ്ണു ചോദിച്ചു വാങ്ങിയതാണ്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനെന്നാ ഇത് ചെയ്യാം. കാരണം നമുക്ക് അങ്ങനെയാണ്, അതായത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണ്ടന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ല, ചെറുത് എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് ചെയ്യാനൊരു പരിപാടി, നമുക്ക് നമ്മുടെ ആക്ടറിനെ പുഷ് ചെയ്യുന്ന എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം മൾട്ടി ചെയ്യുമ്പോഴും ഈ പറയുന്ന പോലെ ആ സാധനം അങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സീനാണ്. നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആക്ടറിനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നതാണ് ഒരു പരിപാടിയാണ്. അത് ആ പടത്തിന്റെ ഭയങ്കര വല്ലാത്തൊരു ജംഗ്ഷനിൽ വരുന്ന പരിപാടി. ജിഗിർദണ്ഡയിലും അതുപോലെ ഒരു സാധനമാണ് എനിക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര എൻ്റെ അടുത്ത് പണ്ട് അജുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ശ്രദ്ധിക്കപ്പെടുന്ന പടത്തില് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പടത്തിൽ എത്ര കഷ്ടപ്പെടുന്നതിനേക്കാളും ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ശ്രദ്ധിക്കപ്പെടുന്ന പടത്തിൽ ചെറിയൊരു സാധനം ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്ത് പരിപാടി ഉണ്ടല്ലോ അത് പിടിക്കും. അത് ആ സാധനത്തിന് എന്തെങ്കിലും ഒരു പരിപാടി. അപ്പൊ ഇതിൽ എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്തതിന്റെ സ്ക്രിപ്റ്റും പ്ലസ് ഈ പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി, ചെയ്യാത്ത പരിപാടി. അപ്പൊ അത് ചെയ്യാം എന്നുള്ള ഒരു, പ്രത്യേകിച്ച് കാക്കി ഇടുന്നതിന്റെ ഒക്കെ ഒരു അത് എപ്പോഴും വരാത്തതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിലാണ് അത് അതിലേക്ക് കണക്ട് ആയത്. എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. വേറെ കോസ്റ്റ്യൂം ഇടുന്നേക്കാളും ഈ പോലീസ് യൂണിഫോം ഇടാൻ നേരത്തെ അല്ല, അത് എന്താണ് അതിന്റെ ഒരു മാജിക് എന്ന് അറിയില്ല. ആ കോസ്റ്റ്യൂമിന് ഒരു കോൺഫിഡൻസ്, അതിപ്പോ സ്കിറ്റ് കളിക്കുമ്പോഴൊക്കെ നമുക്ക് ആ യൂണിഫോം ഇടാൻ നേരത്തെ നമ്മളെ അറിയാതെ നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെയിറ്റ് ആവും, നമ്മളെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവും, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു ഇത് വരും. അത് ആ യൂണിഫോമിന് മാത്രമുള്ള ഒരു എന്റെ അടുത്ത് ഞാൻ ആ പോലീസ് കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുത്തിട്ട് വീട്ടില് കസിൻസിനും ഒക്കെ അയച്ചു കൊടുത്തപ്പോ എല്ലാവരും നീ മെലിഞ്ഞു പോയല്ലോ. കോസ്റ്റ്യൂം ഇട്ട് ഒന്നൊന്ന് ട്രിം ചെയ്ത പോലെ, അല്ല നമുക്ക് വേറൊരു ആറ്റിറ്റ്യൂഡ് വന്ന് നമ്മൾ പോലും അറിയാത്ത ഒരു സാധനം. വേറൊരു സംഭവം ഉണ്ട്, നമ്മൾ ഈ പോലീസ് കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോഴാണ് ഈ കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് ഫ്രീ ടൈം ആകുമ്പോൾ ഇതിന്റെ ബെൽറ്റ് ലൂസ് ചെയ്തിടാം, ഫുഡ് കഴിക്കാൻ സമയത്ത് തൊപ്പി ഊരി വെക്കാം, ബൂട്ട് ഊരിടാം. പക്ഷെ നമ്മൾ അത് ഒരിക്കൽ പോലീസ് യൂണിഫോം ഇട്ട് അഭിനയിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ കഷ്ടപ്പാട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ട്രാഫിക്കിലും ഒക്കെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഫ്രണ്ടിലും ഒക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ഈ ബൂട്ട് നമ്മള് ഒരു ദിവസം ഇട്ടിട്ട് ഉച്ചയ്ക്ക് ഊരി ഇടുമ്പോ പോലും നമ്മുടെ കാലിന്റെ വേദനയും വയറിലൊക്കെ ഇല്ലേ. അപ്പൊ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാർ ചിലപ്പോൾ ഭയങ്കര ദേഷ്യം കാണിക്കും ചില സമയത്ത്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഇത്ര ഇറിറ്റേറ്റഡ് ആയിരിക്കില്ല. ചൂടും വെയിലും പൊടിയും അവരത് ഒരിക്കൽ പോലീസ് യൂണിഫോം ഇട്ട് നമുക്ക് റെസ്പെക്ട് തോന്നുള്ളൂ, ഉറപ്പാ. ചെറുതായിട്ടൊക്കെ ട്രാഫിക്കിലേക്ക് ഇച്ചിരി പോലീസുകാരെ അങ്ങ് പൊക്കോളൂ. എന്നെ ആരും കൊണ്ടുവരുന്നതല്ല, ഞങ്ങൾ 3 പേരും തുടങ്ങുന്ന ഞങ്ങളുടെ ഒരു വർക്ക്ഷോപ്പിലേക്ക്, ഞങ്ങളുടെ ഒരു സ്പേസിലേക്ക് ഇവരെല്ലാവരും വന്നു ചേരുകയും എന്നിട്ട് അവർ വന്ന് ഒരു 1-2 ദിവസത്തെ ഒരു പരിപാടി പോലെ വന്ന് പോകുന്ന ഒരു ഇതാണ്. എന്റെ കൂടെ 2 പേര് പോയല്ലേ. അപ്പോ ഞങ്ങളുടെ ഒരു ജേണിയാണ്, ഞങ്ങളുടെ 3 പേര് ജേണിയാണ്. അനീഷേട്ടനാണ് ഞങ്ങളുടെ ലീഡ് ചെയ്യുന്നത്. അനീഷേട്ടനാണ് ഹീറോ.
ഇതാണ് ഹീറോയിൻ. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ളൊരു ഫൺ ഉള്ള മിസ്റ്ററി ഉള്ള ഒരു എന്താ പറയാ ഒരു എന്താ ഹൊററാണോ മിസ്റ്ററി എന്റർടൈനർ. അത് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൊറർ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ പറയുന്നില്ല, അത് ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഞങ്ങൾ അങ്ങ് വിട്ടു കൊടുക്കുകയാണ്. ഒരു ജോൺറ ബെൻഡിങ് സാധനമാണ്. ഇവർ അശ്വന്ത് പറഞ്ഞ 3 പേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. സാർ ഇതിന്റെ കാസ്റ്റിംഗ് ആക്ച്വലി എങ്ങനെയായിരുന്നു? ഞാൻ കേട്ടു എന്തോ രസകരമായ സംഭവങ്ങൾ അതിന്റെ പുറകിലുണ്ടെന്ന്. ആക്ച്വലി അങ്ങനെ രസകരമായ സംഭവമൊന്നുമില്ല. ആദ്യമേ അനീഷിനെ ആണ് കഥ പറഞ്ഞ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പോയി സംസാരിച്ചത്. അത് കഴിഞ്ഞ് വിഷ്ണുവായിട്ട് സംസാരിച്ചു. വിഷ്ണു ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു പടത്തിന്റെ ഡേറ്റുമായിട്ട് ക്ലാഷ് ആയതുകൊണ്ട് അത് പുള്ളി അതിനകത്ത് ഒഴിവായി. അത് കഴിഞ്ഞ് പുള്ളി തന്നെ തിരിച്ചു വന്നിട്ട് വേറെ ഞാനൊരു ക്യാരക്ടർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടർ പുള്ളി ചെയ്തു. പിന്നെ അശ്വന്തിനെ ഞാനും ഇവിടെ കൊട്ടാരക്കര പുള്ളിയുടെ അവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു, അവിടെ പോയി കണ്ടു, സംസാരിച്ചു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ റാഫി എന്ന മറ്റേ ഏതൊരു പടത്തിലെ സുമതി വളയിൽ വിളിച്ചു. ഒരു ദിവസം അവിടെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന ഫ്ലാറ്റിൽ വന്നു. അവർ പുള്ളിയായിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ തപ്പിയെടുത്തു. പിന്നെ നൈറാനെ ഞങ്ങൾ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ചാക്കോ കഞ്ഞൂപ്പുറം വരുന്നുണ്ട്, പുള്ളിക്ക് അറിയായിരുന്നു. അങ്ങനെയാണ് നൈറ വരുന്നത്. ബാക്കി എല്ലാവരും നമ്മൾ തപ്പി വേണ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ തപ്പിയെടുക്കുമായിരുന്നു. സാർ ഒരുപാട് അസോസിയേഷൻ ചെയ്തിട്ടുണ്ട്, ഐ മീൻ കുറച്ചധികം. ഞാൻ കുറച്ച് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. ഞാനൊരു ചെറിയ വേഷങ്ങളിലേക്ക്. ഞാൻ നിസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് മാർക്കറ്റ്, ആനപ്പറമ്പിൽ ചേനക്കാരി, പിന്നെ രാജു ജോസഫ് എന്ന് പറഞ്ഞ അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത ഡോളർ എന്ന് പറഞ്ഞ പടത്തിൽ അതിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അതിൻ്റെ ഒരു ജേർണി. ഓക്കെ സാർ, ആസ് എ ഡയറക്ടർ ഇതൊരു ഡെബ്യൂട്ട് ഫിലിമാണല്ലോ. സോ സാറിനെ ഇൻസ്പയർ ചെയ്തൊരു മലയാളം ഡയറക്ടർ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതാരായിരിക്കും? ഞാൻ എല്ലാ തരത്തിലുള്ള സിനിമയും കാണാറുണ്ട്. ഒരാളുടെ പടവും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം കാണാറുണ്ട്, പഴയ അരവിന്ദൻ്റെ പടങ്ങൾ കാണാറുണ്ട്, ഇപ്പോൾ ഇറങ്ങുന്ന ഫെസ്റ്റിവൽ സിനിമകൾ കാണുന്നുണ്ട്. അല്ലാതെ നമ്മളിരിക്കുന്ന ഇപ്പോഴത്തെ കൊമേഴ്സ്യൽ സിനിമകളും കാണാറുണ്ട്. ഒട്ടുമുക്കാൽ പടങ്ങളും ഞാൻ കാണാറുണ്ട്. പക്ഷേ ചെറിയ ആർട്ടിസ്റ്റുകളുടെ പടം കണ്ടു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആർട്ടിസ്റ്റുകളുടെ പടമൊന്നും ആരും തിയേറ്ററിൽ പോയി കാണാറ് പൊതുവെ കുറവാണ്. ഒന്നില്ലെങ്കിൽ OTT വരുമ്പം കാണാം. കാരണം 100-200 രൂപ കൊടുത്തിട്ടാണ് ഇത് കാണേണ്ടത്. അപ്പോൾ ഈ ചെറിയ പടങ്ങൾ കാണുന്നത് വളരെ കുറവാണ്. ചെറുപ്പക്കാർ, എൻ്റെ മകനൊക്കെ ഉണ്ട്, മകനോടൊക്കെ ചോദിക്കുമ്പോൾ ചെറിയ പടം നമുക്ക് OTT വരട്ടെ അന്നേരം കാണാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾ തിയേറ്ററിൽ കാണാൻ ഉള്ള ആൾക്കാർ വരട്ടെ എന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. അതെ സിനിമകളെല്ലാം അല്ല, ഈ ഞങ്ങൾ സൗണ്ടും ഒക്കെ ആണെങ്കിൽ അറ്റ്മോസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിന് വേണ്ടി തന്നെയാണ് ഞങ്ങളത് ചെയ്തിരിക്കുന്നത്. ചേട്ടാ, ഞാൻ ശരിക്കും നിങ്ങളെ കേൾക്കുമായിരുന്നു. ആക്ച്വലി ഈ വിവാഹത്തെ പറ്റി പറഞ്ഞ വലിയ ഒരു കാര്യമുണ്ട്. എനിക്കൊന്ന് ഒരുപാട് ആളുകൾ ഞാൻ അത് മാത്രമല്ല, സിനിമയെ പറ്റി സംസാരിക്കുമ്പോഴും പൊളിറ്റിക്സ് സംസാരിക്കുമ്പോഴും സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് ഒരു ഓറ പ്രത്യേകം വരാറുണ്ട്. ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ, പക്ഷേ ഐ നോട്ടീസ് ദാറ്റ് ആൻഡ് ഐ ഫീൽ സംതിങ് ഇൻ ഇറ്റ്. യു ഹാവ് എ ഗ്രേറ്റ് പാഷൻ ഇൻ സിനിമ, റൈറ്റ്? ഓക്കെ, സോ താങ്കൾ എങ്ങനെയാണ് ഈ കാലത്തെ സിനിമയെ ശരിക്കും കാണുന്നത്? ആക്ച്വലി മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു പോക്കും ഈ ഒരു ഗതിയും താങ്കൾക്ക് എങ്ങനെയാണ് അതിനെ ഒരു അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും താങ്കളുടെ അഭിപ്രായം? അല്ല, എനിക്ക് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന ഞാൻ ആക്ടേഴ്സും സാറും ഉൾപ്പെടെ ഞാൻ പറയാണ്, നമ്മള് വി ആർ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ആക്ടേഴ്സ് ബിക്കോസ് വി ആർ ഗോയിങ് ത്രൂ ദിസ് എറ എന്ന് പറയുന്നൊരു ഈ അവസ്ഥയിൽ ഞങ്ങള് മലയാളത്തിന്റെ ആക്ടേഴ്സ് ആണ് എന്ന് ചെറുതോ വലുതോ, പക്ഷെ ഞങ്ങൾ ഈ സമയത്താണ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സമയമാണിത്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം സിനിമ, കാരണം കോവിഡിന്റെ സമയത്ത് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് എല്ലാവരുടെ മനസ്സിലുള്ള ഒരു സാധനമാണ്. കാരണം ഇനി സിനിമ എന്താവും എന്നുള്ളൊരു ടെൻഷനിലിരുന്നത്. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ലിറ്ററലി പേടിച്ചിരിക്കുന്ന ഒരു സമയം. ഇനി തിയേറ്ററിലേക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് OTT ബൂം വരികയും OTTയുടെ കണ്ടന്റ് പോലത്തെ സിനിമകൾ ഉണ്ടാവുകയും അപ്പം സിനിമകൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ചോദിക്കുന്ന സമയത്തെല്ലാം സിനിമ ചെറുതായി പോയി. OTT കഴിഞ്ഞപ്പം ഒരു 4-5 അല്ലെ മാക്സിമം ഒരു 10 ക്യാരക്ടേഴ്സ് ഉള്ള നമ്മളെ പോലെയുള്ള കൂട്ടുകാർ അല്ലെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് വളരെ കുറവാണ്. പണ്ടത്തെ സിനിമ, അതിന് മുമ്പത്തെ സിനിമകളിൽ കുറെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഉള്ളപ്പോൾ ഇത് കോവിഡ് കഴിയുമ്പോഴത്തേനും അത് ചെറുതാവുകയും സിനിമ ചെറുതായി ഇനിയിപ്പോൾ OTT തന്നെയായിരിക്കും റൂൾ ചെയ്യുന്നത്, തിയേറ്ററിലേക്ക് ആള് വരില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നിടത്തുനിന്നാണ് മലയാള സിനിമ ചർച്ചയായി പാൻ ഇന്ത്യ പോയി തിയേറ്ററിൽ കാണേണ്ട സിനിമകൾ ഇപ്പം നമ്മുടെ മിന്നൽ മുരളി OTT വരികയും
അങ്ങനെ എല്ലാ സിനിമകളും പാൻ ഇന്ത്യ വൈസ് ചർച്ച ചെയ്യാൻ. പിന്നീട് ഇപ്പൊ മലയാള സിനിമയ്ക്ക് എല്ലാം പാൻ ഇന്ത്യ റിലീസുകൾ വരും പുറത്ത്. അതേ സെയിം ടൈമിൽ നമ്മുടെ ഇൻഡസ്ട്രി വലുതാകുമ്പോൾ ഇപ്പൊ തിയേറ്റർ നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പുതിയ തിയേറ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട്. വലിയ സ്ക്രീനുള്ള തിയേറ്ററുകൾ എവിടെയാണോ അവിടെ പോയി സിനിമകൾ കാണുന്നു. തിയേറ്ററുകൾക്ക് വേണ്ടി ഇപ്പം ഡൈസര ഇപ്പം മറ്റേ പ്രണവിന്റെ പടം സ്ക്രീനുകൾ തപ്പിയാണ് ആൾക്കാർ നടക്കുന്നത്. എപ്പിക്കലും PXL എവിടെ കാണണം എന്ന് പറഞ്ഞിട്ട് ഐമാക്സിൽ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ സിനിമ കൊണ്ടാടുന്ന ലെവലിലേക്ക് സിനിമ മാറി. അപ്പൊ നമുക്ക് ഇത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജേണിയാണ് സിനിമയുടെ. പ്രത്യേകിച്ച് നമ്മൾ അതിലും ഈ എക്സൈറ്റ്മെന്റ് ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സൗണ്ടിന് നല്ല പ്രാധാന്യമുള്ള തേടിക്കൊണ്ടിരിക്കുന്നതാണ് ആക്ച്വലി. ഞാനിപ്പോ നിങ്ങള് ഇപ്പോ നമ്മുടെ തന്നെ സിനിമയിലെ ബാസിച്ചേട്ടനാണ് ആക്ച്വലി സോ അദ്ദേഹം ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടാവും, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അല്ല ബാസിച്ചേട്ടൻ ഇന്ന് വരേണ്ടതാണ്. പക്ഷെ ഇന്നലെയാണ് സ്റ്റേറ്റ് അവർ പ്രഖ്യാപിച്ചത്. അപ്പം പുള്ളിക്ക് ഒരുപാട് ഫങ്ഷൻസ് തിരക്കിൽപ്പെട്ടു പോയതുകൊണ്ട് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവരുടെ പോൾസൺ ചേട്ടനെ ആണെങ്കിലും ശരി, ബാസ് ചേട്ടനെ ആണെങ്കിലും ശരി, മാസ്റ്റേഴ്സിലെ തമാശകൾ നമ്മളിപ്പോൾ അഖിലൊക്കെ അവിടെ ഉണ്ട് കാണാറുണ്ട്. പൊതുവിൽ ഇപ്പോൾ രമേശ് പിഷാരടി പറഞ്ഞൊരു കോട്ടാണ്. കാരണം നിങ്ങൾ കോമഡി ചെയ്യുന്ന ആളുകളുണ്ട്, സിനിമയെ വളരെ സീരിയസ് വേഷങ്ങൾ ചെയ്യുന്ന വിഷ്ണു രണ്ടും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സിനിഫൈലിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ആക്ച്വലി. നമുക്ക് സ്വാഭാവികമായിട്ടും തമാശ റോളുകൾ ചെയ്യുമ്പോൾ, അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ഇന്റർവ്യൂസിൽ കോട്ട് ചെയ്ത് പറയുന്ന ഒരു സിനിമയാണ് ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമ. ചന്ദ്രലേഖ സിനിമയിൽ ലാലേട്ടൻ ആക്ച്വലി നന്നായി പെർഫോം ചെയ്തു എന്ന് പറയുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ചന്ദ്രലേഖ ആരും എണ്ണാറില്ല. കാരണം അതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയായിട്ട് പരിഗണിക്കാറില്ല. പക്ഷേ കരച്ചിലായ ഒരുപാട് കരയുന്ന ആളുകളെ കൂടുതൽ നന്നായി പെർഫോം ചെയ്തു എന്ന് ആളുകൾ പറയാറുണ്ട്. ശരി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ശരിക്കും കോമഡി ചെയ്യാനല്ലേ കമ്പാരിറ്റീവ്ലി പാടും? അത് ചിലപ്പോ ലാലേട്ടൻ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അതായത് ഇപ്പൊ ജഗതിച്ചേട്ടൻ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടാണല്ലോ ഉള്ളത്. ജഗതിച്ചേട്ടന്റെ പടങ്ങൾ ജഗതിച്ചേട്ടൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടംപോലെ ചിരിപ്പിക്കുക. പക്ഷെ ഏതെങ്കിലും ഒരു പടത്തിൽ ഒന്ന് വില്ലനാകുമ്പോഴായിരിക്കും ഇതില് ജഗതിച്ചേട്ടൻ തകർത്ത് പക്ഷെ കാണാത്ത കാര്യം കാണുന്നുണ്ട്. ലാലേട്ടൻ ഇഷ്ടംപോലെ ചിരിപ്പിക്കുന്ന ആളാ, ചിരിപ്പിക്കുന്ന ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും പർട്ടിക്കുലർലി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സെന്റിമെന്റ്സിന് കുറച്ച് കൂടുതൽ അഭിനയ പ്രാധാന്യം, സോക്കോൾഡ് അഭിനയ പ്രാധാന്യം എന്ന ആളുകൾ ലേബൽ ചെയ്യാറുണ്ട്. മറ്റേതിനകത്ത് കാണാറില്ല. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട്. പക്ഷെ ഇപ്പൊ അതിന് കുറെ മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് എനിക്കതിന് ഭയങ്കര എക്സാമ്പിൾ ആയിട്ട് പറയാൻ ഇപ്പൊ ഈ S.J. സൂര്യ സാറിന്റെ പുള്ളി ഭയങ്കര പെർഫോമറാണ്. പുള്ളി പക്ഷെ ഇതുപോലെ ഇത്രയും സെന്റിമെന്റ്സ് ഒന്നും അല്ല ചെയ്ത് ഇത്. അല്ലാതെ തന്നെ പുള്ളിയുടെ ഒരു ആക്ടിങ് സ്റ്റൈലുണ്ട്. ആ സ്റ്റൈല് കീപ്പ് ചെയ്യുന്നവരെ നമ്മൾ എപ്പോഴും പെർഫോമേഴ്സ് എന്ന് തന്നെ പറയും. അവര് പ്രത്യേകിച്ച് ഒരു പോർഷൻ ചെയ്ത് കാണിക്കണം എന്നൊന്നും ഇല്ല. ഇല്ലെങ്കിൽ പോലും അവർ പെർഫോമേഴ്സ് ആണ്. അത് ഈ ഇൻഡസ്ട്രിയിലുണ്ട്, എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അതാണ് ജോർജ് സാറിനെ ജോർജ് സാറിന്റെ ക്യാരക്ടർ പ്രകാശ് വർമ്മ സാർ വന്നിട്ട് നമ്മൾ കാണാത്തൊരു രീതിയിൽ ഇതുവരെ ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് വേറൊരാള് പുതിയതായിട്ട് ഒരാൾ വന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ത് പെർഫോമൻസ് ആണെങ്കിലും ഞാൻ എൻ്റെ മറ്റേ അറ്റൻഷൻ പ്ലീസ് സിനിമയിൽ പറയുന്ന പോലെ അണ്ടർലൈൻഡ് സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇതിലാണ് ഇതിരിക്കുന്നത്. നമ്മൾ അതിനെ എങ്ങനെ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സാധനം ഡെലിവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസിൽ അത് റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ചന്ദ്രലേഖയില് ലാലേട്ടന്റെ പെർഫോമൻസ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സിനിമയിൽ ലാലേട്ടൻ അതിന് മേളിൽ വെച്ചിട്ടുണ്ട്. അണ്ടർപ്ലേ ചെയ്തുകൊണ്ടല്ല. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ ഈ നമ്മൾ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്തത് നമുക്ക് തോന്നാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര റിലേറ്റബിൾ ആയതുകൊണ്ട് ഇയാള് പെർഫോം ചെയ്യാണെന്ന് തോന്നാത്ത ലെവലിലേക്ക് അത് പെർഫോം ചെയ്ത് വെച്ചോണ്ടാണ്. അതാണ് അൾട്ടിമേറ്റ് പെർഫോമൻസ്. ഇപ്പൊ നമ്മൾ എഡിറ്റിങ്ങിന്റെ കാര്യവും ക്യാമറയുടെ കാര്യവും പറയുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ആ സിനിമയിലെ കട്ട്സ്, നമുക്ക് ഇത് കട്ട്സ് അതിൻ്റെ അകത്ത് ഉണ്ട് അല്ലാതെ ഭയങ്കര റാൻഡംലി ഭയങ്കര സ്പീഡ് കട്ട്സോ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഒന്നും വെച്ചല്ല മാജിക്. നമ്മുടെ ശ്രീഹർ പ്രസാദ് എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള എഡിറ്ററെ നോക്കി കഴിഞ്ഞാൽ അയാൾ എവിടെ എഡിറ്റ് പോയിന്റ് വെച്ചേക്കുന്നതെന്ന് നമ്മൾ ആ കഥക്കകത്തായി പോകും. ഇതിന് ക്യാമറയും ഇതിന്റെ അകത്ത് ഇത് ചെയ്യണം. അല്ലാതെ വലിയ ലൈറ്റപ്പ് ചെയ്ത് വൈഡൊക്കെ വെച്ച് അങ്ങനെ ഞെട്ടിക്കലല്ല വിഷ്വൽ ട്രീറ്റ്മെന്റ്. അഭിനയം അതുപോലെ തന്നെയാണ്. കണ്ടന്റിനെ ഡെലിവർ ചെയ്യാൻ നമ്മൾ എങ്ങനെ ആ പാത്രത്തിലേക്ക് വീഴുന്നു എനിക്ക് തോന്നുന്നില്ല. ശരിയാണോന്ന് അറിയില്ല. ഒരു ഹ്യൂമർ സിറ്റുവേഷൻ നമ്മുടെ ഇന്നത്തെ ലൈഫിൽ നമ്മൾ ഒരുപാട് ചിരിച്ചു. ഇത് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സതയം പോലെയൊക്കെ ഉള്ള ഒരു സിനിമയിൽ ലാലേട്ടന്റെ ആ ജയിലിലെ സീനൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാധനം ഇതിനു കണ്ടിട്ടില്ല. ഇത് എല്ലാവരുടെ മനുഷ്യന്റെ മനസ്സിലും ജീവിതത്തിലും ഉള്ളതാണ്. പക്ഷെ നമ്മൾ കൂടുതൽ കാണുന്നത് നമുക്ക്
ഭയങ്കര വലുതായിട്ട് തോന്നില്ല, കോമൺ ആയിട്ട് കോമൺ ആയിട്ട് തോന്നില്ല. അതല്ലാതെ വേറൊന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഭയങ്കരമാണ്. അതെ 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 അത് അത് പെർഫോംഡ് വെൽ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർ പിന്നെ ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യാത്ത ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്, സൗണ്ട് വോയിസ് മോഡുലേഷൻ. അത് നമ്മൾ ഡബിങ്ങിൽ ഇവര് ചെയ്യുന്ന മാജിക് ഉണ്ട്. പക്ഷെ നേരത്തെ ഒരു കാര്യത്തിൽ ദിലീപേണ്ട കാര്യമൊക്കെ പറഞ്ഞ പോലെ, അതായത് ഞാൻ ഈ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ആക്ടർ 80% വോയിസ് മോഡുലേഷനാണ്, 20% നമ്മുടെ ബോഡി ടൂൾ ഉള്ളൂ. 80%-ൽ ഞാൻ അതിന് കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 80% വോയിസ് മോഡുലേഷനാണ്. വോയിസ് മോഡുലേഷനിലെ നമുക്ക് ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ പറ്റൂ. വോയിസ് മോഡുലേഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ബോഡി ആ രീതിയിൽ വരും. ഇപ്പൊ എന്റെ ഈ കൈ വന്നത് തന്നെ ഞാൻ അങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്റെ കൈ വരുന്നത്. അപ്പൊ ഞാൻ ഈ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇയാളെന്തിന് ഈ കോപ്രായം കാണിക്കുന്നതെന്ന് തോന്നൂല. അതെന്റെ ശബ്ദത്തിന്റെ കൂടെ ആ സൗണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് സംഭവം. അതുകൊണ്ടാണ് ടിക്ടോക്കും ഡബ് സ്മാഷും ഹിറ്റായത്. കാരണം വേറൊരാളുടെ വോയിസ് കടം മേടിച്ചിട്ടല്ലേ നമ്മൾ അതിന് അഭിനയിക്കുന്നത്. അതേ സമയത്ത് ആ വോയിസ് നിർത്തിയിട്ട് നമ്മുടെ അടുത്തൊന്ന് പെർഫോം ചെയ്യാം. മേരി എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്നൊരു സാധനം അപ്പൊ അറിയാം. ലാലേട്ടൻ ചെയ്ത് വെച്ച വോയിസ് മോഡുലേഷൻ നമ്മൾ നാക്കാനൊക്കെയാ മതി. അപ്പൊ നമുക്കിത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോ എന്റെ അമ്മ എന്നെ അഭിനയോടാ നീ അഭിനയിച്ചെന്ന് തോന്നും. അന്ന് അതൊന്ന് നിർത്തിയിട്ട് നീ ഒന്ന് പറ, അപ്പൊ അറിയാം മാഗിക്ക് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ. അപ്പൊ അത് ഭയങ്കര നമ്മളിപ്പം നാടൻ ചെയ്യുമ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിപ്പിക്കുമ്പോഴും എവിടെയൊക്കെ ചെയ്യുന്ന സമയത്ത് വോയിസ് മോഡുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പൊ അതുകൊണ്ട് നല്ല ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ വോയിസ് ആക്ടിങ്ങിന് ഭയങ്കര പ്രാധാന്യവും പരിപാടിയും. നമ്മൾ ഈ ആക്ടിങ് ട്രെയിനിങ്ങിലൊക്കെ വോയിസ് മോഡുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ നമുക്ക് ഈ അഭിനയത്തിലൊക്കെ ഈ അണ്ടർലൈൻഡ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ ഡബിങ്ങിന്റെ സമയത്ത് ഇപ്പൊ മമ്മൂക്കയൊക്കെ നമ്മളൊരു സാധനം ചെയ്യുന്ന സമയത്ത് മറ്റേ അത് കഴിഞ്ഞിട്ട് അവർ ഡബിങ്ങിൽ എത്രത്തോളം ഇൻപുട്ട് ചെയ്യുന്നതിന്റെ ഒരു സാധനമുണ്ട് ചെയ്യുന്നതിനേക്കാൾ വേറെ. അത് ഏതോ ഒരു ഇന്റർവ്യൂല് ശ്രീനിയേട്ടനോ ഏതോ ഒരാൾ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഈ കഥ പറയുന്നവരുടെ ക്ലൈമാക്സിൽ മമ്മൂക്ക വന്ന് പെർഫോം ചെയ്ത സാധനമുണ്ട്. പെർഫോം ചെയ്ത് ഞാൻ അന്ന് സെറ്റിലുണ്ട്. മമ്മൂക്ക വന്നിട്ട് എനിക്ക് പണ്ട് കടുക്കനിട്ട ഒരാളാണ്. മമ്മൂക്ക വളരെ സെറ്റിലായിട്ടാണ് ചെയ്തിട്ട് പോയത്. പുള്ളി സാധനം ഡബ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴല്ലേ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഒന്നും തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പരിപാടി ഉണ്ട്. എന്റെ അടുത്ത് അത് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ മിന്നൽ മുരളിയിൽ നമ്മുടെ ഇങ്ങേര് പെർഫോം ചെയ്യില്ല, വില്ലൻ പെർഫോം ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ വേറൊരു മീറ്റർ അല്ലേ. അപ്പൊ ഇവര് ചെയ്യുന്ന സമയത്ത് ഗുരു സോമസുന്ദരം പുള്ളി ചെയ്യുന്ന സമയത്ത് സെറ്റിലുള്ള എല്ലാവർക്കും ഇതെന്ത് ഇങ്ങനെ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ബേസിലും ക്യാമറാമാനും അവരാണ് ഓക്കെ പരിപാടി പറയുന്നത്. ബാക്കി ആ സെറ്റിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു സാധനം ഉണ്ട്, ഇത് ഇങ്ങനെ വർക്കാവുന്നുള്ളൂ. പക്ഷെ ഇത് അത് തുന്നിത്തയച്ച് ഡബ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോഴത്തേക്കും അറിയാലോ, പിന്നെ നമ്മൾ പറയാൻ ആവശ്യമില്ല, വേറെ ലെവലായി പോയില്ലേ. അതിന് ഭയങ്കര ഒരു ഫാക്ടർ ഉണ്ട്, അത് ഭയങ്കര സാധനമാണ് അത്. സോ അഖിൽ, ബിഗ് ബോസ് ഇപ്പൊ കഴിയാണ് ആക്ച്വലി. സോ വാട്ട് യു തിങ്ക് ഹു ഈസ് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആക്ച്വലി? ഞാൻ ഈ സീസൺ എനിക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടി പറയുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ ഈ സീസൺ തുടക്കത്തിന്റെ 2 വീക്കേ കണ്ടിട്ടുള്ളൂ. അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ബിഗ് ബോസിന്റെ കാര്യമല്ല, നമ്മൾ എപ്പോഴേലും ഒരു ഒന്ന് ബ്രേക്ക് ആയാൽ പിന്നെ കണ്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ കാണാറുണ്ട്. ഇപ്പൊ ഫിനാലിക്കും പോകുന്നുണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫേവററ്റ് ഞാൻ കാണാത്തോണ്ടായിരിക്കും, പിന്നെ അങ്ങനെ ഒരു ഫേവററ്റ് ആളില്ല. പിന്നെ അല്ല, സീരിയസ്ലി അങ്ങനെ ഒരു ഫേവററ്റ് ഇല്ല. പിന്നെ ഇത് എല്ലാ സീസണും പോലെ അല്ലല്ലോ ഈ സീസൺ. ഇങ്ങനെ ഈ ഒരു സ്റ്റാർ ഒന്നും ഉണ്ടായിട്ടില്ല. മീൻസ് ഒരാളിലോട്ട് ഫോക്കസ്ഡ് ആയിട്ടില്ല പരിപാടി. കുറെ പേരുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഈ ഫിനാലെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും, ആര് കപ്പടിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയാ. അല്ലാതെ ഒരു അങ്ങനെ ഒരു പിന്നെ എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട് അവിടെ, അപ്പോ വന്നവരും നിൽക്കുന്നവരുമായിട്ടൊക്കെ പറയാനും പറ്റില്ല. അങ്ങനെ ഒരു ആളെ പറഞ്ഞാലും അങ്ങനെ പറയാനില്ല സത്യം തന്നെ. പക്ഷെ അങ്ങനെ ആളെ പറഞ്ഞാലും ചിലപ്പോ ഞാൻ ഒരു ഭയങ്കര ബിഗ് ബോസ് അഡിക്റ്റ് ആട്ടോ. ഞാൻ ഫസ്റ്റ് സീസൺ പോലെ എല്ലാ സീസണും കണ്ടോളാം. എല്ലാ സീസണും ഞാൻ അങ്ങനെ ചുമ്മാ കാണുന്ന മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു ടീമൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാ വൈകുന്നേരങ്ങളിലും ചർച്ച ചെയ്യും. പുറത്ത് എന്താണ് സംഭവിക്കുന്നത്, ബിഗ് ബോസ് എന്താണ് പരിപാടി എന്നുള്ള പ്രോപ്പർ ഒരു സ്ട്രക്ചറിങ് പരിപാടിയിൽ ഒരു സോഷ്യൽ എക്സ്പീരിമെന്റ്, ഒരു സൈക്കോളജിക്കൽ ഗെയിം എന്നുള്ള രീതിയിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ. അതെനിക്ക് തോന്നുന്നു വേൾഡില് ലോക ചരിത്രത്തിൽ എത്രയോ സീസൺസ് പോയിട്ടുള്ള ഷോ ബിഗ് ബോസ് മാത്രമല്ല. അതായത് 100-300 അക്രോസ് ഗ്ലോബ്, അക്രോസ് ലാംഗ്വേജിലേക്ക് ബിഗ് ബ്രദർ എന്നാണ് അതിൽ വന്നാണ്. അങ്ങനെ എത്രത്തോളം എനിക്ക് വിക്കിപീഡിയ അതിന്റെ പ്രോപ്പർ സാധനം ഉണ്ട്, എത്ര 300+ സീസൺസ് പോയിട്ടുള്ളതാണ് അക്രോസ് ഗ്ലോബ്. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ്. അപ്പം പണ്ട് അതിനുള്ള ഒരു സിനിമയിൽ നിന്നാണ് ഇത്, ട്രൂമാൻ ഷോ എന്ന് പറഞ്ഞൊരു സിനിമയിൽ നിന്നാണ് ഇത് വന്നത്.
ട്രൂമാൻ ഷോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ലിറ്ററലി, അത് ഭയങ്കര രസമുള്ളതാണ്. അപ്പൊ ഞാനത് പണ്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ട്രൂമാൻ ഷോ പോലൊരു സീരീസ് ഉണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കാണാൻ തുടങ്ങിയതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സീസണിൽ എനിക്ക് തോന്നിയത് അഖിൽ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം ഈ സീസണിൽ അവരൊന്ന് മാറ്റി പിടിച്ചിട്ട് ഒരാളെ ഫേവറേറ്റ് ആക്കാതെ അവര് കളി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആളെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തു അനീഷ് എന്ന് പറഞ്ഞ ഒരാൾ ഭയങ്കര ശ്രീവിരുദ്ധനാന്നൊക്കെ പറഞ്ഞാ വന്നേ. പക്ഷെ അയാൾ പിന്നീട് അയാളൊരു ഭയങ്കര രസമുള്ള ആളാവുകയും അയാളെ പോലെ ഭയങ്കര എമ്പതിയുള്ള ഒരാളെ നമുക്ക് പിന്നീട് ആ സീസണിൽ ആരും കാണാത്ത രീതിയിൽ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് കോമണറൊക്കെയാണ് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പേഴ്സണലി ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആ ഗെയിമിന്റെ പരിപാടിയിൽ അയാൾ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പോകാതിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ ആക്ച്വലി നമുക്ക് ഒരിക്കലും എല്ലാവർക്കും നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മൾ അതെങ്ങനെ മറച്ചു വെച്ച് ആണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അതിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പ്രായം കൂടുന്തോറും റിഫൈൻ ചെയ്താണ് പോകുന്നത്. ബിഗ് ബോസ് പോയാൽ അത് പുറത്തു വരും. അപ്പൊ എന്റെ നെഗറ്റീവ് സൈഡ് ഒരിക്കലും നമുക്ക് അങ്ങനെ തോന്നും. അകത്തുണ്ടായിരുന്ന ആളാണ് നമുക്ക് തോന്നുന്നു ഇതൊക്കെ ആയിട്ട് വെച്ച് ജീവിക്കാന്ന്. ആ സാധനം പുറത്ത് വരും. അത് നമുക്കൊരു 21 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം പുറത്ത് വരും. സൈക്കോളജി അങ്ങനെ പറയുന്നത് ഒരു മനുഷ്യന് അവന്റെ എന്തെങ്കിലും ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് 28 ദിവസം അങ്ങനെ കണ്ട ഇത്രയും ദിവസം കഴിഞ്ഞാൽ അവന്റെ എന്തെങ്കിലും പുറത്തു വരും. അപ്പൊ അവനുള്ളൊരു ദേഷ്യമോ അവന്റെ ഉള്ളിലൂടെ കള്ളത്തരോ അത് നമുക്ക് ഒരു പരിധിക്കുള്ളിൽ മറച്ചു വെക്കാൻ പറ്റില്ല. പക്ഷെ ഈ സീസണിൽ എനിക്ക് തോന്നി എന്തറിയോ, ഈ സീസണിൽ 28 ദിവസം വേണ്ടി വന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. കാര്യം ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ എനിക്ക് കുറെ പേര് പൊളിഞ്ഞിട്ടുണ്ട്. പിടിച്ചിരിക്കാൻ പറ്റും. കുറെ പേര് ഒന്ന് അവരെന്താണ് അങ്ങനെ തന്നെയായി. ബാക്കി കുറെ പേര് അത് നേരത്തെ ഇപ്പൊ അനീഷിന്റെ കാര്യം പറഞ്ഞ പോലെ അനീഷ് ഇപ്പൊ പല സീസണിലുള്ള വിന്നേഴ്സിന്റെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ആൾക്കാരുടെ മീറ്ററൊക്കെ പിടിച്ചാ പുള്ളി വന്നത്. സ്ട്രാറ്റജി ഒക്കെ പിടിച്ചിട്ടാണ് ഈ പുള്ളി വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഞാനൊരു ശ്രീവിരുദ്ധനാണ്, എനിക്ക് അങ്ങനെ ആണുങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി ഞാൻ സംസാരിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു റൈറ്റ്സില്ല, ഒന്നുമില്ല, എല്ലാവർക്കും ചോറ് വാരി കൊടുക്കുന്ന വളരെ സാധാരണമായ ഒരു മനുഷ്യനായിട്ട് അനീഷ് മാറുകയൊക്കെ ചെയ്യുന്നത്. അതാണ് നമുക്കൊരു പരിധി കൂടുതൽ ഐഡിയ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എന്റെ നെഗറ്റീവ് ഷെയ്ഡ് അങ്ങനെ പുറത്ത് കാണിക്കാൻ തീരെ താല്പര്യമല്ലാത്ത ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സൈക്കോളജിയിൽ പെട്ട് ഡെഡ് ബോഡി പോലെ നമ്മള് കുറച്ച് ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് പോയി. നിങ്ങളൊരു മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ ഭൂതമായിട്ട് ആരായിരിക്കും കാസ്റ്റ് ചെയ്യും? ടപ്പടപ്പേന്ന് പറഞ്ഞു സർ. തിലകൻ, മമ്മൂക്ക, ലാലേട്ടൻ ഭൂതാരി ചെയ്തല്ലോ. അതുണ്ടല്ലോ ഓൾറെഡി വന്നല്ലോ നമുക്ക്. ഇന്ദ്രൻ ചേട്ടൻ അവിടെ അങ്ങനെ ഉണ്ടോ? നമുക്ക് എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ലൈഫിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ നിധി എന്ത്? ഫാമിലി. എനിക്ക് എന്റെ സിനിമയാണ് നിധിയും ഭൂതവും. ഫാമിലി. എനിക്ക് നടൻ എന്ന ടൈറ്റിൽ എനിക്ക് തോന്നി എന്താ പറയുക. ഫാമിലി ഫ്രണ്ട്സ് ആണ്. നിങ്ങളൊരു കാട്ടിൽ പോയി, അപ്പൊ അവിടെ ഒരു നിധി കിട്ടിയാണ് നിങ്ങൾക്ക്. അപ്പൊ ആദ്യം എന്താ ചെയ്യാ? നിധി കിട്ടിയാൽ, നിധി എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങളാണ്. വെക്കോ അതോ? എനിക്ക് റാഫി പറഞ്ഞ ആൻസർ ഉണ്ട്, ഇല്ലാത്തതാണ് ഞാൻ പറയാം. അത് ആദ്യം നിധിയാണോന്ന് ചെക്ക് ചെയ്യും. കാട്ടിലായതുകൊണ്ട് കോട കുടിച്ചിട്ടേക്കുന്നതാണ്. നിധിയാണോന്ന് ചെക്ക് ചെയ്യും. എങ്ങനെ ചെക്ക് ചെയ്യും? സ്വർണ്ണ നാണയങ്ങളാണെന്ന് പറഞ്ഞു. ഇല്ല, മറ്റേ ഇതൊക്കെ വെച്ച് നോക്കുന്ന ആളിലടാ പഴക്കമൊക്കെ ആദ്യം തുറന്നു നോക്കുക, അന്നേരത്തിന് ഈ പറഞ്ഞൊക്കെ കിട്ടും. തുറക്കുമ്പോ അതിന് സാധനം ഉണ്ടല്ലോ, അപ്പൊ അറിയാലോ. എന്തായാലും ഇന്നലെ മേടിച്ച സ്വർണം കൊണ്ടാരും അതിനകത്ത് വെച്ചിട്ട് പോലും ലോക്കറല്ലോ, നിധിയല്ലേ. അല്ല, ഞങ്ങളുടെ ഈ സിനിമയിലും നിധി തുറന്നു നോക്കുന്നതാണ്. പലരും തുറന്നു കണക്ട് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അമൂല്യ നിധിയായി നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഒരു ടാലന്റ്. നിധി ഞാൻ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ അത് അങ്ങനെ കാണുന്നു. കഴിവ് എനിക്ക് ആൾക്കാരെ ലിസൺ ചെയ്യിക്കാൻ പെട്ടെന്ന് പറ്റുന്ന ആളാണ്. ലിസൺ ചെയ്യിക്കാൻ പറ്റുന്ന ആൾക്കാരെ പെട്ടെന്ന് എനിക്ക് ലിസൺ ചെയ്യിപ്പിക്കാൻ പറ്റും. നല്ലൊരു സ്പീക്കറാണ്. എനിക്ക് ഡ്രൈവിംഗ്, സിംഗിങ്, അതാണ് നിധിയായിട്ട് കാണുന്ന ഒരു കഴിവ്. സാറിനൊരു കഴിവുകളൊന്നും ഇല്ലാത്ത മനുഷ്യൻ. അങ്ങനെ ഒരാൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. അതാണോ? അല്ല, അതുകൊണ്ട് കഴിവുകൾ കുറവാണ്. ഞാനെന്താ വിഷയം പറഞ്ഞാലല്ലേ, എനിക്ക് നല്ലൊരു ഞാൻ
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും വിളിച്ചാൽ ആ ഒരു സാധനം ഞാൻ എവിടെയെങ്കിലും പോയാലും എന്നെ ചിലപ്പോൾ മുമ്പൊക്കെ നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ അത് ഈ കല്യാണം കഴിഞ്ഞവരുണ്ട്. ഞാൻ ആ കൂട്ടത്തില് കല്യാണം കഴിയാത്ത. അപ്പൊ ഇവര് യാത്ര പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും. അവര് ഫാമിലി ട്രിപ്പ് പോകുന്നത് ഞാൻ നമ്മളെ അവര് അവൾമാരൊക്കെ പറഞ്ഞു നീ കൂടെ ഉണ്ടെങ്കിലേ പറ്റും. എന്തിനാണ് കൊച്ചിനെ പിടിക്കാനും അവിടെ ഞാൻ വണ്ടി കയറി തുടങ്ങൂലേ. ഞാനിപ്പോ അവിടെ ഒരു കോമഡി ഞാൻ എന്തെങ്കിലും കാണുമ്പോ എനിക്ക് എന്തെങ്കിലും ഓർമ്മ അവിടം വരെ അവിടെ തൊണ്ടയൊന്ന് ചോര വരും. നിർത്തും. അത് ഭയങ്കര ഒരു ഭാഗ്യമുള്ള ക്വാളിറ്റിയാണ്. നിങ്ങളുടെ കൂട്ടത്തില് അപ്പൊ ഒരു ഭൂതം നിധി കാക്കുകയാണ്. അപ്പൊ ആ ഭൂതത്തെ പറഞ്ഞ് വരുതിയിലാക്കി കൺവിൻസ് ചെയ്ത് നിധിയായിട്ട് വരാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളുടെ സിനിമയിൽ. നമ്മുടെ സിനിമയിലാണോ? നമ്മുടെ സിനിമയിൽ ഭൂതം ടീമിൽ അത് റാഫി ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പൊ റാഫി പോയി ഇരുന്ന് അവിടെ വെറുതെ ഇരുന്ന് ഭൂതത്തിന് എന്താ വന്ന ഇല്ല ഒന്നുമില്ല. അല്ല, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ റൈറ്ററും പ്രൊഡ്യൂസറും ആയിരിക്കും. ജയേട്ടനെ പറ്റി അത് പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ ആ ഒരു ഇത് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ മേടിക്കുകയാണ്. കാരണം ജയേട്ടൻ എന്ന് പറഞ്ഞ ഒരാടെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ചൈൽഡിൽ നിന്നാണ് ഈ സിനിമ ഇത്രത്തോളം ഉണ്ടായി വന്നത്. കാരണം പുള്ളി വിട്ടുകൊടുക്കില്ല. കാരണം ജയേട്ടൻ ഇത് സാധനം ഉണ്ടാക്കി എഴുതി സാഞ്ചേട്ടൻ്റെ അടുത്ത് പറയുന്നു നമുക്കൊരു പരിപാടി ചെയ്യാം. അങ്ങനെ പുള്ളി ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ചിൽ നിന്നാണ് ഈ സിനിമ ഡെവലപ്പ് ചെയ്ത് ഡ്രീം ബിഗിൻ്റെ അടുത്ത് ചെല്ലുന്നതും എല്ലാ കാര്യങ്ങളും എല്ലാം ജയേട്ടൻ്റെ ഒരു സ്റ്റാർട്ടിൽ നിന്നാണ് തുടങ്ങി. ജയേട്ടൻ കൺവിൻസ് ചെയ്ത് എല്ലായിടത്തും പോയി കഥ പറഞ്ഞ് അങ്ങനെ കൂടെ നിർത്തി ആ ഒരു സാധനത്തിന് ഒരുമിച്ച് പിടിച്ച് പുള്ളി ബേസിക്കലി റൈറ്റർ ആയിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു. പുള്ളി മനോരമ വീക്കിലിയിൽ കുറെ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ജയേട്ടൻ വന്ന് നമ്മുടെ അടുത്തൊക്കെ കഥ പറഞ്ഞ് ജയേട്ടൻ്റെ ഒരു നരേഷനിലൊക്കെയാണ് നമ്മളൊക്കെ വീണ്ടും പോയത്. അപ്പൊ ജയേട്ടന്റെ വേറെ പ്രശ്നമുണ്ട്, ഇതിന്റെ ഒരു ഡെഡ് ലൈൻ കൂടെ ഉണ്ടായിരുന്നു. 22 ദിവസം കൊണ്ട് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനും എൻ്റെ ക്യാമറമാനും അസോസിയേറ്റും ഞങ്ങൾ കൂട്ടത്തിലുള്ളവരെല്ലാവരും കൂടി നിന്ന് പിന്നെ ഇവരുടെ സഹകരണവും എല്ലാവരും കൂടി പുള്ളിയുടെ ഭാഗ്യം കൊണ്ട് വെച്ചാൽ പ്രൊഡ്യൂസറുടെ ഭാഗ്യം കൊണ്ട് കൃത്യം 22 ദിവസം കൊണ്ട് ഒരു ഭൂതം നിങ്ങൾ അടിമയായാൽ ആ ഭൂതത്തിന് നിങ്ങൾ കൊടുക്കുന്ന പണി എന്താവും? ഡെയിലി ചെയ്യുന്ന ഒരു പണി അത് ഡെയിലി മലയാളത്തിൽ എവിടേക്ക് ഇരുന്ന് ആരൊക്കെ സിനിമയിൽ ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യുന്നു അവിടെയൊക്കെ നമ്മളെ ഭൂതം അവിടെ പോയി ഇരിക്കണം. അവൻ പേന എടുത്ത് പേരെഴുതാൻ വരുമ്പോ പിന്നെ അവൻ വായിക്കാൻ അയൽക്കുട്ടി അവിടെ ഉണ്ടാവും. മേ ബി ഗോസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇപ്പോഴും റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗോസ്റ്റ് റിലേറ്റഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഈ ഗോസ്റ്റ് ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞ ആപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. മറ്റേ ഒരു സ്കാനർ വെച്ച് ഇങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് ഞങ്ങളുടെയൊക്കെ റൂം. ഒരു ദിവസം രാത്രി ഞങ്ങളൊക്കെ കൂടെ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേട്ടൻ പറഞ്ഞു എടാ ഒരു ആപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. വെറുതെ ഇരുന്ന് ആരോ പറഞ്ഞു ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഫീൽഡിൽ നിങ്ങളുടെ പുള്ളി ആദ്യമായിട്ടാണ് ആ റൂമിൽ പറഞ്ഞത്. നെഗറ്റീവ് എനർജി ഇല്ലടാ എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, നിങ്ങൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്താൽ എന്ന് പറഞ്ഞു. ഈ പുള്ളി ഒരു വലിയ ഫോണാണ്, അതെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ റൂമിൽ അപ്പോൾ അവിടെ പച്ച കത്തുന്നു. പക്ഷേ നിങ്ങൾ എടുത്ത് മാറ്റി. അപ്പൊ ഞങ്ങൾ 3-4 പേരുണ്ട് അവിടെ. ഇല്ലടാ ഇത് കറക്റ്റാണ് ഈ ആപ്പ്, നെഗറ്റീവ് എനർജീസ് വരുന്നുണ്ട്, ഇത് ശല്യം ചെയ്യുമെന്നല്ല, നെഗറ്റീവ് എനർജീസ് അത് പ്രശ്നമല്ല. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ വേറെ കാര്യം കാണിച്ചാൽ. അപ്പൊ എന്നിട്ട് നേരെ കോറിഡോർ ഇറങ്ങി, റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ റൂമുകളിലൊന്നും ആരും ഇല്ല ആ സമയത്ത്, നമ്മുടെ റൂം മാത്രമേ ഉള്ളൂ. എല്ലാവരും വെക്കറ്റായി പോയി. നമ്മൾ രാവിലെ പോകുന്നുള്ളൂ, ഷൂട്ടിന് വന്നാലേ. നമ്മൾ ഈ കോറിഡോർ കൂടി ഇങ്ങനെ പോകണം. പോകുമ്പോൾ നമ്മൾ ഈ മൊബൈൽ മാത്രമേ ഉള്ളൂ, മുന്നിൽ ഇരുട്ടാണേ. ചിന്തിക്കുക ഈ മൊബൈൽ ഇങ്ങനെ പോകുന്നു, ഇതിന് അവിടെ അടുത്തൊക്കെ പച്ച കത്തുന്നു, നമ്മൾ കുറച്ച് പേര് പുറകെ ഇങ്ങനെ പോകുന്നു. ഇതിങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ. അപ്പൊ ഈ സൈഡിലൊക്കെ റൂമാ. ഇങ്ങനെ ഇതിനകത്ത് മുകളിലോട്ട് സ്റ്റെപ്പിന്റെ ഒരു ഏരിയ ഉണ്ട്. കറക്റ്റ് ചെന്ന് അവിടെ ഇങ്ങനെ ചെന്നതും ഒരു മനുഷ്യൻ ഇങ്ങനെ, അതായത് ഒരു ഡ്രസ്സ് ഇത്ര ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യൻ ഈ ക്യാമറയിലേക്ക് ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ ഞങ്ങള് ഒറ്റ ഓട്ടം. സംഭവം എന്താണെന്നറിയോ? അല്ലല്ല, ഇവിടെ റൂമിൽ നിന്നൊക്കെ ആൾക്കാർ വെക്കേറ്റ് ആയി പോയി കഴിഞ്ഞാൽ മുകളിൽ കിടക്കേണ്ട ഇവിടുത്തെ ബംഗാളി ചൂട് കാരണേ ഇവൻ മെത്തേക്ക് എടുത്ത് ഈ താഴത്ത് അവിടെ കൊണ്ടിട്ടിട്ട് നിക്കർ മാത്രമായിട്ട് ഇങ്ങനെ കിടക്കും. നമ്മൾ AC റൂമിൽ അവന് ചൂടല്ലേ. അപ്പൊ ഇവൻ അവിടെ കിടക്കുന്നവര് ഞങ്ങൾക്കറിയാം ഈ പടിയുടെ താഴെ. ഈ മൊബൈലും കൊണ്ട് ഇങ്ങനെ ചെന്നതും അവിടുന്ന് എന്തോ ഒരു ബഹളം കേട്ടിട്ട് എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ അവന്റെ വാക്കിയ
ഈ ആപ്പിൽ ഈ ഫീച്ചറും ഉണ്ടായിരുന്നു. പ്രേതത്തിന്റെ മണ്ണെങ്കിൽ പച്ച കാണിക്കുന്നില്ല പറഞ്ഞു, ഇത് പ്രേതം കേറി. ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്ന എന്തോ മാറ്റം ഇല്ല ഈ ഓജോ ബോർഡ് പരിപാടീസ് ഒക്കെ ചെയ്തു നോക്കി എന്നല്ലേ? സ്കൂളിലെ സ്റ്റാഫ് റൂമില് സ്കൂളിന്റെ സ്റ്റാഫ് ലൈബ്രറിയിലായിരിക്കും. അല്ല, അതായത് അറിയാതെ പറഞ്ഞതാ പെട്ടു. അല്ലല്ല ഇതിനിപ്പോ ടീച്ചേഴ്സ് കേട്ടിട്ട് അല്ലല്ല അന്ന് അശ്വത്ത് സ്റ്റാഫ് റൂമിൽ ഇത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് 3 ബെഞ്ചും ഒരു കുറെ ഫയൽ കത്തിപ്പോയിട്ടുണ്ട്. അത് ഇവർ എങ്ങനെ കത്തിയെന്ന് ഇപ്പോഴും അവർക്ക് അറിയാം. ഇന്ന കിട്ടി ഇന്ന ഇമാർ ഇത് ചെയ്താ കത്തിച്ചത്. എക്സ്പീരിയൻസ് അത് വേറൊന്നുമല്ല, ഈ ഞായറാഴ്ച ദിവസം സ്കൂളില്ലല്ലോ, സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് ഹിന്ദി ക്ലാസ് ഉണ്ട്. അപ്പൊ ഹിന്ദി ക്ലാസ് പഠിക്കും മറ്റേ പ്രഥമ ദിവസരി. അപ്പൊ നമുക്ക് ആർക്കും ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, കാരണം വീട്ടിൽ മുറിയൊക്കെ അടച്ചിട്ട് ഈ ഇതൊക്കെ ഇരുന്ന് എങ്ങനെയാണ് വീട്ടിൽ തോന്നും. അപ്പൊ വീട്ടിൽ നിന്ന് വെളി എവിടെയെങ്കിലും പോയി ചെയ്യണമെങ്കിൽ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ആകെ ഉള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ സ്കൂൾ അവധിയാണ്. പക്ഷെ അന്ന് മറ്റേ എല്ലാ നമ്മുടെ സ്കൂളിന്റെ ഡോറുകളുണ്ടല്ലോ, കഥവ്, ക്ലാസ് റൂമുകളിലെ ഇതെല്ലാം നമുക്ക് തുറക്കാൻ പറ്റും. അതൊന്നും കുറ്റിയിടാത്തല്ല. അപ്പൊ സ്റ്റാഫ് റൂമിന്റെ അകത്ത് ബാക്കി കയറുമ്പോ തന്നെ എന്റെ സ്കൂളിൽ കയറുമ്പോ സ്റ്റാഫ് റൂമിന്റെ അകത്ത് കയറി അല്ല, നിങ്ങള് സ്റ്റാഫ് റൂം തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇനി പ്രയാണം തിരിച്ചു അങ്ങനെയല്ല, അതെന്താണ് കാരണം എന്ന് പറഞ്ഞൂടാ. ഈ ചോക്കും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ഇതായിരിക്കും. അപ്പോ ഞായറാഴ്ച ഈ ഉച്ചക്ക് ഇന്റർവ്യൂവിന് ഹിന്ദി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ വന്ന് കഥക്ക് തുറന്ന് ജനൽ വഴി അകത്ത് കയറി ഞങ്ങൾ 3-4 പേര് മെഴുകുതിരിയൊക്കെ വെച്ച് കുറേ നേരം പുള്ളിക്കാരെ വിളിച്ച് ആരും വന്നില്ല. അഥവാ ഒരു പ്രേതം വന്നു എന്ന് വിചാരിക്കാം, വന്ന് ഉമാരോട് സംസാരിക്കും, ഉറപ്പായിട്ടും ഉമാര് ചാടി ഓടും. ഈ പ്രേതം ഈ സ്റ്റാഫ് റൂമിൽ പിറ്റേന്ന് വന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ടീച്ചർമാര് വന്ന് ഈ പ്രേതത്തിന് ഹോംവർക്ക് കൊടുക്കും. ഈ വന്നതിന് പോകാനും പറ്റില്ല, ഇമ്പോസിഷനൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. ഇവന്മാരുടെ അടുത്ത് രാത്രി വന്നിട്ട് പറയണം, നീയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് വിളിച്ചിട്ട് വരാത്താന്ന് തോന്നുന്നു. മറ്റേ പ്രേതങ്ങളെ ഇത് കേൾക്കാൻ നേരത്തെ പോണ്ട സ്റ്റാഫ് റൂമിലാണ് ചിലപ്പോ ഇവര് വിളിച്ച പ്രേതമേ പഠിച്ച് പഠിക്കാൻ വയ്യാത്തോണ്ട് അല്ല. എന്നിട്ട് എന്താ അത് തിരിച്ചു പോയി നിങ്ങൾ? അല്ല, ഞങ്ങള് കുറെ നേരം ഇരുന്നു. അപ്പൊ ഞങ്ങളെ ക്ലാസ്സിൽ കാണാനില്ല. പിന്നെ അന്വേഷിച്ചൊക്കെ വരാനൊക്കെ തുടങ്ങി. ഹിന്ദി ക്ലാസ്സിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ഞങ്ങൾ ഇതിന്റെ സ്പിരിറ്റിൽ തന്നെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ് ഇത് വിളിച്ചുവിളിച്ചിരിക്കുക. മെഴുകുതിരി കത്തുമ്പോ അണയുമ്പോ വീണ്ടും കത്തിക്കുന്നു, ആരും വരുന്നില്ല, കാറ്റ് വരുന്നില്ല, മറ്റേ കോയിൽ നീങ്ങുന്നില്ല, കാർത്തിക ഞങ്ങൾ അന്വേഷിച്ച് ഫുൾ നാട് ഒരു അന്വേഷണം നടന്നപ്പോ വൈകുന്നേരം ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്റെ അമ്മ, എന്തായാലും ഒരുപാട് സന്തോഷം ഗൈസ്. ഇപ്പോ ഇതുപോലെ തന്നെ സിനിമയും വളരെ എൻഗേജ്ഡ് ആയിട്ട് വളരെ അടിപൊളിയായിട്ട് തിയേറ്ററിൽ ഹിറ്റ് ആവട്ടെ സർ. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാനും സാധിക്കട്ടെ. ഇവരൊക്കെ കൂടി അസോസിയേറ്റ് ചെയ്ത് വീണ്ടും സിനിമകൾ സംഭവിക്കട്ടെ. ഇപ്പോൾ ഒരു ഭൂതം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മളെയൊക്കെ എക്സൈറ്റ് ചെയ്യുന്നത്. ആ ഭൂതത്തിനൊരു സാർ ഇപ്പൊ ഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് ഈ പടത്തിലെ ഭൂതം എന്ന് വിചാരിക്കരുതേ. ഒരു ആക്ട്രസ് ആകുമ്പത്തിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ നേരത്തെ കാള് ഇന്റർവ്യൂ പയ്യൻ ചോദിക്കാണ്, ഈ ട്രെയിലറിൽ അഖിലേട്ടൻ ഇല്ലല്ലോ, അപ്പൊ അഖിലേട്ടനാണോ പോകുന്നത്? ഓക്കെ, സോ എന്തായാലും ഗൈസ് അടിപൊളി സിനിമയാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.